ഇനി ഇതിൻ്റെ നമ്മുടെ സംസാരത്തിലുള്ള ഉപയോഗങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്പർ 1, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഈ ടെൻസിലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ടെൻസിലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം, ഐ ആം റൈറ്റിംഗ്, ഷീ ഈസ് ഡ്രോയിങ്, ദേ ആർ ലിസണിങ്. കണ്ട, ഇങ്ങനെയുള്ള സെൻറ്റൻസ്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും ഇവിടെ യൂസ് ചെയ്തില്ല, ഞാൻ എക്സാമ്പിൾ എഴുതുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഇടയായി നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, ഐ ആം ഗോയിങ് ഫോർ സ്വിമ്മിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഇടയായി ഞാൻ നീന്തൽ പഠിക്കുകയാണ് കേട്ടോ എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും, എടാ ഞാനിപ്പോൾ നീന്തൽ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് നീ എവിടെ, വെള്ളമൊക്കെ എവിടെ, നീന്തൽ കാണില്ലല്ലോ എന്ന് ചോദിക്കോ? ഇല്ല. അത് ഈ ഇടയിൽ നടക്കുന്ന കാര്യം, ഈ ടെൻസാണ്. ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th ക്ലാസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ടെമ്പററി ആക്ടിവിറ്റിയാണ്. ഈ ടെൻസാണ്, ഈ ഇടയിൽ നടക്കുന്ന കാര്യം. കാരണം ഞാൻ പറയണ ഐ ആം ലേണിങ് കീബോർഡ്, ഞാൻ ഈ ഇടയായിട്ട് കീബോർഡ് പഠിക്കും, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ വായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ ടെൻസിലേ പറയാൻ പറ്റുള്ളത്. ഐ സ്റ്റഡി കീബോർഡ് എന്ന് പറയുമ്പോൾ അർത്ഥം മാറും, വേറെ അർത്ഥത്തിലോട്ട് പോകും. പഠിക്കാറുണ്ട്, സ്വഭാവത്തിലോട്ട് പോകും. ഇത് ഇപ്പം നടക്കുന്ന കാര്യം.